അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണത് സ്പോർട്സിനെ കുറിച്ചാണ്. ഫുട്ബോൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരന്മാർ ഒരുവിധപ്പെട്ട ആളൊക്കെ ഫുട്ബോളിലുള്ള ആൾക്കാരാണ്. IM വിജയൻ, ജോ പോളഞ്ചേരി, പിന്നെ ഒത്തിരി പിള്ളേർ, കുറേ എൻ്റെ ഇവിടെ കളിക്കുന്ന സെൻട്രൽ എക്സൈസിൽ കളിച്ചിരുന്ന സാബു, ഖുർഷീദ്, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ പന്തിനെ പറ്റി പറയുമ്പോൾ പന്ത് എനിക്ക് വലിയ ഹരമുള്ള സംഭവമാണ്. അത് ഫുട്ബോൾ കളിച്ചത് നമ്മുടെ കിസാൻ എന്ന് പറഞ്ഞ പടത്തിലാണ്. കിസാനിൽ IM വിജയനും ഉണ്ട്, പിന്നെ ബിജുമേനോൻ, ഞാനൊക്കെ കൂടി ഒരു ഫുട്ബോൾ കളിയുടെ സീനുണ്ട്. അതിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ടീമിൽ കളിക്കുന്നത് ഷാജോൺ, പിന്നെ സോമരാജ്, പിന്നെ മുൻഷി ബൈജു, അങ്ങനെ കുറേ ആൾക്കാരാണ്. പക്ഷെ ആ രംഗം കിസാനിൽ ഭയങ്കര രസകരമായൊരു പാട്ടുണ്ട്. അതെ, ഒരിലങ്കിളി ഏലൻ്റെപ്പ, ഈ ഇരുലങ്കിളി ഏലൻ്റെപ്പ, പച്ചിലകൾ കലപിലകൾ ധരധീര ധര ധരധീര. ആ പാട്ടുരംഗവും നല്ല രസമാണ്. നമുക്ക് ആ പാട്ടുരംഗവും കാണാം. പിന്നെ അതിനകത്ത് പന്ത് കളിക്കുന്നതിൽ ഒരു ഷോട്ടിൽ കൃത്യമായിട്ടും ഞാനൊരു ഗോൾ അടിക്കുന്ന രംഗമുണ്ട്. സെൻറ്ററിൽ നിന്ന് ഒരു അടി അടിച്ചിട്ട് പന്ത് ഇങ്ങനെ പോയിട്ട് ആ പോസ്റ്റിൽ തട്ടിയിട്ട് അമാന്ന് പറഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ അതിൽ ഗോളടിച്ച രംഗം കണ്ടു. ഇനി നമ്മൾ അടിക്കുന്ന രംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്തിലെ പറവുകളിൽ IM വിജയൻ വില്ലനായിട്ട് അഭിനയിക്കണം. അതിനകത്ത് ഞാൻ ഫൈറ്റ് മാസ്റ്റർ അടുത്തും പിന്നെ VM വിനോൻ്റെ അടുത്തും പറഞ്ഞു, ചേട്ടാ അതിലൊരു ഡയലോഗും പറയുന്നുണ്ട്, നീ കാലുകൊണ്ട് കളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നിൻ്റെ കൈ കൊണ്ടുള്ള കളി എപ്പോഴാണ് തുടങ്ങിയത് എനിക്ക് മനസ്സിലായില്ല. ആ പടത്തിൽ പറയുന്നുണ്ട് IM വിജയൻ്റെ അടുത്ത്. അതിൽ വിജയൻ എന്നെ അടിക്കണ ഓരോ അടിയും ഫുട്ബോൾ അടിക്കണ മാതിരിയാണ് അവൻ്റെ ഷോട്ടുകളൊക്കെ എടുത്തേക്കണം. ആ ഫൈറ്റ് രംഗം, അതായത് കാലിക്ക് ഓരോ അടി നെറ്റിയിലടിക്കുന്നതും പിന്നെ കിടന്നടിക്കുന്നതും എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് ആ പടത്തിൽ കണ്ടാക്കുന്നത്. അതിനകത്തൊരു പാട്ടുമുണ്ട്, ഞാൻ പാടി തന്നെ. വരുത്തൻ്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പാരക്കമ്പാച്ചിലിന് ഒതുക്കം കിട്ടിയൊടി തങ്കമ്മേ, ആണിൻ്റെ മാനം കാക്കണതാരടി തങ്കമ്മോ, വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ, വടക്കമ്പാട്ടിന് കൊടുക്ക് കൊട്ടണ തങ്കമ്മേ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങിപ്പോയടി തങ്കമ്മേ, വടക്കമ്പാട്ടിന് കൊടുക്ക് കൊട്ടണ തങ്കമ്മോ, നിന്റെ നടപ്പ് കണ്ട് ഞാൻ കിടുങ്ങിപ്പോയടി തങ്കമ്മേ, വരുത്തൻ്റെ പൊമ്മൊളിച്ച് ചാടിയ തങ്കമ്മേ, നിന്റെ പാരക്കമ്പാച്ചിലിന് ഒതുക്കം കിട്ടിയൊടി തങ്കമ്മേ. അപ്പോൾ നമ്മൾ ഫുട്ബോളിനെ പറ്റി പറഞ്ഞു. ഫുട്ബോളിൽ തന്നെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഫുട്ബോളിൽ ഒരു സ്ഥലത്ത് പന്ത് കളി ഇറക്കാം. അപ്പോൾ പന്ത് കളി ഇറക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി ഗ്രൗണ്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഒരു ഗോളടിക്കും. ഒരു ഗോളടിക്കാണ്ട് ഇയാൾ ഇന്നവരെ ഗ്രൗണ്ടിൽ നിന്ന് കയറിയിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഇയാൾ പെട്ടെന്ന് പറയാം, ഞാനിനി ഗോളടിക്കണില്ല. അപ്പോൾ കോച്ച് ചോദിച്ചു, എന്താ ഗോളടിക്കാത്തത്? ഇല്ല, ഞാനിനി ഗോളടിക്കണില്ല. അതെന്താ ഗോളടിച്ചാൽ എന്താ കുഴപ്പം? വേണ്ടാന്നേ, നീ ആ പരിപാടി വേണ്ട, നീ ഗോളടിച്ചിട്ടുള്ള പരിപാടി വേണ്ട. ഞാൻ എല്ലാ സ്ഥലത്തും പോയിട്ട് പന്ത് കളിച്ച് ഗോളടിച്ചിട്ടേ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പറ്റില്ല. എന്താ കാര്യം പറ, എന്താ ഗോളടിച്ചാൽ പ്രശ്നം? ഗോളടിച്ചാലാ? ഒരു ഗോളടിച്ച് കഴിഞ്ഞാൽ ഗോളടിച്ചിട്ട് ഞാൻ എൻ്റെ ജീവനും കൊണ്ട് ഓടണ. എന്തിനാ ഓടണേ? ഈ ടീമിലുള്ള 11 ആളും വന്ന് തലകൂടെ വീഴും, സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വീണിട്ട് എന്നെ അടിവയറ് വന്നിട്ട് എനിക്ക് ഇപ്പോഴും പറ്റില്ല. നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചാൽ ഈ പന്ത് കളി നടന്നിട്ട് ഒരു ഗോളടിക്കുകയാണെങ്കിൽ ആ ഗോളടിച്ച് അവൻ്റെ തലക്കോട്ട ഇട്ടിച്ച് പൊളിഞ്ഞ് ഇതിൻ്റെ വിഷമം ആരെങ്കിലും മനസ്സിലാക്കണ്ട. അത് ഈ പന്ത് കളി എല്ലാ കളികളിലും ഉണ്ട്. പക്ഷേ ക്രിക്കറ്റിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കില്ല, അല്ലെങ്കിൽ കൂടി വന്ന് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പന്ത് കളി അതല്ല. ഗോളടിച്ചിട്ട് ഇയാൾ ഓടണ് പുറകെ ആരെ വരണാണോ നോക്കിയിട്ട്. അപ്പോൾ പന്ത് കളിയിൽ അങ്ങനെ ഒരു കോമഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പന്ത് കളിയെ പറ്റിയാണ് പറഞ്ഞത്. ഇനി എൻ്റെ അടുത്ത സിനിമയെ പറ്റി പറയാനുള്ളത് മമ്മൂക്കാൻ്റെ കൂടെ അഭിനയിച്ച പടമാണ്. K. മധു സാറ് സംവിധാനം ചെയ്ത സേതുരാമയ്യ. അതിലെൻ്റെ കിടിലൻ വേഷമായിരുന്നു. എല്ലാ പ്രേക്ഷകരും ഒരേ സ്വരത്തിൽ പറഞ്ഞായിരുന്നു, മണി ആ വേഷം നല്ല. അതിൽ ജീപ്പിലൊക്കെ കുണ്ടിറങ്ങണ ഒരു രംഗമുണ്ട്. ആ രംഗം എനിക്കും മറക്കാൻ പറ്റാത്ത രംഗമാണ്.